ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നാളെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഇന്ത്യയുടെ ഗ്രോത്ത് മൊമെൻറ്റവും എക്കോണമിക് ബൂസ്റ്റും സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു യൂണിയൻ ബഡ്ജറ്റ് ആയിരിക്കും നാളെ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുക എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിനുള്ളത്. കൂടാതെ മിഡിൽ ക്ലാസ്സിന് ചില ടാക്സ് ബെനിഫിറ്റ് നാളെ പ്രഖ്യാപിച്ചേക്കും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. മോദി ഗവൺമെൻറ് തുടർന്നു വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമുകളും സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളും തുടരുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റായിരിക്കും നാളെ അവതരിപ്പിക്കുക എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇനി ഈ ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചില സെക്ടറുകളും സ്റ്റോക്കുകളും പരിചയപ്പെടാം. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ അലിവാലിയ കോൺട്രാക്ട്സ്, KNR കൺസ്ട്രക്ഷൻ, PNC ഇൻഫ്രാടെക്, റൈറ്റ്സ്, KEC ഇൻ്റർനാഷണൽ തുടങ്ങിയ കമ്പനികൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെയും ബെനിഫിറ്റ് ലഭിച്ചേക്കും. പവർ സെക്ടറിൽ ടാറ്റ പവർ, KPI ഗ്രീൻ, ബോറോസിൽ റിന്യൂവബിൾ, അദാനി ഗ്രീൻ, NTPC, NHPC തുടങ്ങിയ കമ്പനികൾക്ക് റിന്യൂവബിൾ എനർജി ആൻഡ് സോളാർ പവർ പ്രോജക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന പോളിസികളുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ സെഗ്മെൻറ്റിൽ പോളിക്യാബ്, ഡിക്സൺ ടെക്നോളജി, ആംബർ എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികൾക്ക് ഗവൺമെൻറ്റിൻ്റെ PLI സ്കീമിൻ്റെയും ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസികളുടെയും ബെനിഫിറ്റ് ലഭിച്ചേക്കാം. ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിൽ സിപ്ല, സൺ ഫാർമ, ലുപിൻ, കിംസ് തുടങ്ങിയ കമ്പനികൾക്ക് ബഡ്ജറ്ററി അലോക്കേഷൻ, അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ റിസർച്ചിന് വേണ്ടിയുള്ള ബഡ്ജറ്ററി അലോക്കേഷൻ്റെ ബെനിഫിറ്റ് ലഭിച്ചേക്കും. ഇനി ഡിഫൻസ് സെക്ടറുകളും ഈ ബഡ്ജറ്റ് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇൻട്രീം ബഡ്ജറ്റിലും ഡിഫൻസിൻ്റെ സ്ട്രാറ്റജിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് അലോക്കേഷൻ നടത്തിയിരുന്നു. വരും സമയങ്ങളിലും ഈ ഫണ്ട് അലോക്കേഷൻ തുടരാൻ സാധ്യതയുണ്ട്. 2029 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 50,000 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് നടത്തുക എന്നുള്ളൊരു ടാർഗറ്റും ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഷേർഖാൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, BEL, ഭാരത് ഫോർജ് തുടങ്ങിയ സ്റ്റോക്കുകളെ ബഡ്ജറ്റ് പിക്കായി റെക്കമെൻഡ് ചെയ്യുന്നു. പ്രഭുദാസ് ലീലാധർ, HAL, BEML, BEL, MDL, BDL, GRSC, ഡേറ്റ പാറ്റേൺ, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടറാണ് റെയിൽ സെക്ടർ. ഇവിടെ റെയിൽ സെക്ടറിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 15 മുതൽ 20% ഉയർന്നേക്കും എന്നാണ് നവോമയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. റെയിൽ ക്യാപെക്സ് അലോക്കേഷൻ സ്റ്റാഗ്നൻ്റായി തുടർന്നാൽ തന്നെ പ്രൈവറ്റ് സെക്ടറിലെ കമ്പനികൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇർകോൺ, RVNL, സീമെൻസ്, ടിംഗൺ ഇന്ത്യ, HBL പവർ, ABB, BEML, BHEL, ജൂപ്പിറ്റർ വാഗൺ, ടിറ്റാഗർ വാഗൺ തുടങ്ങിയ സ്റ്റോക്കുകളെ നാളെ ഫോക്കസ് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചറിൽ GDPയുടെ 3.5% ടോട്ടൽ ക്യാപെക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് നീക്കിവയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അൾട്രാടെക്, L&T, PNC ഇൻഫ്രാടെക് തുടങ്ങിയ സ്റ്റോക്കുകളെ നാളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റിന്യൂവബിൾ എനർജി കൂടാതെ ന്യൂക്ലിയർ, ഹൈഡ്രോ, സോളാർ തുടങ്ങിയ റിന്യൂവബിൾ എനർജി സെക്ടറുകളെ പ്രൊമോട്ട് ചെയ്യുന്നതും 2030 ടോട്ടൽ റിന്യൂവബിൾ എനർജി ടാർഗറ്റ് 500 ഗിഗാവാട്ടായി ഉയർത്തുക എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് നാളെ പവർ സെക്ടറിലെയും റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാം. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ Q1 റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു കമ്പനിയുടെ പ്രിവ്യൂ റിപ്പോർട്ട് പരിശോധിക്കാം. സ്റ്റോക്കിൻ്റെ പേര് ബജാജ് ഫിനാൻസ്. കഴിഞ്ഞ ദിവസം ബജാജ് ഫിനാൻസ് 0.58% ഇടിഞ്ഞ് 6,892 ക്ലോസിംഗ് നൽകി. 4.36 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.21, ഡിവിഡൻഡ് ഈൽഡ് 0.52%, 52 വീക്കായി 8,192, 52 വീക്കിലോ 6,187. ബജാജ് ഫിനാൻസിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് അനലിസ്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ 34% വർദ്ധിച്ച് 9,042 കോടിയായി ഉയരും. കഴിഞ്ഞ വർഷം 6,719 കോടിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ നിന്നും 35% ഹയർ സൈഡിലേക്ക് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉയരുമെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 17% വർദ്ധിച്ച് 4,020 കോടിയായി മാറും. കഴിഞ്ഞ വർഷം 3,437 കോടി രൂപയുടെ പ്രോഫിറ്റായിരുന്നു കമ്പനി നേടിയത്. ഇതോടൊപ്പം തന്നെ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ അല്ലെങ്കിൽ റവന്യൂ മാർജിനിലും സ്റ്റെബിലിറ്റി വരാൻ സാധ്യതയുണ്ട്. 10% നിന്നും 10.4%ലേക്കാണ് പ്രോഫിറ്റ് മാർജിൻ ഉയരാൻ സാധ്യത. MK ഗ്ലോബൽസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ബജാജ് ഫിനാൻസിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആകും. 1% നിന്നും ഗ്രോസ് NPA 0.9%ലേക്കും നെറ്റ് NPA 0.3%ലേക്കും ഇടിഞ്ഞേക്കും.
ഈ ഫാക്റ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത് നാളെ ഒരു ഡീസൻറ്റ് റിസൾട്ട് ബജാജ് ഫിനാൻസിൽ നിന്നും വരും എന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്